ക്രിസ്തുമതം രണ്ടാമത്തെ ലേഖനം, അതിൻ്റെ രണ്ടാം ഭാഗം. ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുന്നു എന്നതോടെ വീണ്ടും തുടങ്ങുകയാണ്. ആത്മാവിൽ ദരിദ്രൻ എന്നത് ആത്മീയ ദാരിദ്ര്യമല്ല, ആത്മീയതയുടെ നിറവാണ്. ഈ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് അഗമ്യമായിട്ടുള്ള ആനന്ദം അഥവാ ആത്മാനന്ദം ഉളവാകും. ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമായ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആനന്ദം വിവരിക്കുക സാധ്യമല്ലാത്ത അവസ്ഥയെ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നു. കേനോപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണിത്. യസ്യാമതം തസ്യമതം മതം യസ്യന വേദസ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അഭിജാനതാം. അറിഞ്ഞു എന്ന് വിചാരിക്കുന്നവൻ അറിയാൻ കഴിയാത്തതും അറിയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവൻ അറിഞ്ഞതുമാണ് ആ സത്യം എന്നാണ് ഇതിൻ്റെ സാരം. ഈശ്വരൻ ഇന്ദ്രിയഗമ്യമല്ല എന്നുള്ള അവസ്ഥയെയാണ് ആത്മാവിൽ ദരിദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയം എന്നത് മനസ്സ് തന്നെയാണ്. മനഃശുദ്ധിയാണ് ഈശ്വര ദർശനത്തിലുള്ള ഏറ്റവും എളുതായ മാർഗം. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഹൃദയശുദ്ധിയുടെ പാരമ്യതയിൽ ഹൃദയത്തിൽ തന്നെ അനുഭവമാകുന്ന ആത്മാനുഭവമാണ് ദൈവരാജ്യം. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. തുടർന്ന് ഈ വചനത്തെ ബൈബിൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാണും. അങ്ങനെ അവൻ ഏതു ഭക്ഷണവും ശുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് യേശു തൻ്റെ ശിഷ്യർക്ക് വിശദീകരിച്ചു, താൻ ഭക്ഷണത്തെക്കുറിച്ചല്ല താൻ പറഞ്ഞത്, ഹൃദയശുദ്ധിയെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം ശിഷ്യഗണങ്ങളെ തിരുത്തുന്നതായി കാണും. ഉള്ളിലേക്ക് പോകുന്നത് ആഹാരമല്ല, നേരെ മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്നായിരുന്നു ക്രിസ്തു ഉദ്ദേശിച്ചത്. എന്തും വെട്ടിവിഴുങ്ങാം എന്നുള്ള യഹൂദ സിദ്ധാന്തത്തെ ഇവിടെ കുത്തിത്തിരികയാണ് ഈ വചനങ്ങളിൽ കൂടി ബൈബിൾ ചെയ്തത്. നിങ്ങൾ എന്നിലും ഞാൻ അവരിലും, അങ്ങനെ നമ്മൾ ഒന്നായി തീരട്ടെ. ഇവിടെ ശിഷ്യർ, ഗുരു, ഈശ്വരൻ, ഇങ്ങനെ മൂന്ന് കൂട്ടരും ഒന്നായിത്തീരും എന്നാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങൾ എന്നിലും ഞാൻ അവനിലും ഈശ്വരനിലും വസിക്കുന്നു, അങ്ങനെ നമ്മൾ ഒന്നായി തീരട്ടെ. തികഞ്ഞ അദ്വൈതം, ആ അദ്വൈതമാണ് യേശു പറഞ്ഞത്. ഇന്ന് വളരെ വ്യക്തമായിട്ട് അനവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ക്രിസ്തു 12 മുതൽ 30 വയസ്സ് വരെ ഭാരതത്തിലായിരുന്നെന്നും 30 വയസ്സിന് ശേഷം ക്രൂശിക്കലിന് ശേഷം കുറച്ച് നാൾ അവിടെ ഒഴിവിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാശ്മീരിലേക്ക് വന്ന് അവിടെ ഒരു ശിവക്ഷേത്രത്തിൽ വസിച്ചിരുന്നു 82 വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ടുള്ള അനവധി പുസ്തകങ്ങൾ, ജീസസ് റൈഡ് ഇൻ കാശ്മീർ, ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ, അതുപോലെയുള്ള പല പുസ്തകങ്ങളും ധാരാളമായി പറയുന്നുണ്ട്. വഴിയും സത്യവും ജീവനും ഒന്നെന്നരുളി യേശു അറിയുക വേണം എന്ന് എല്ലാം പരിവർത്തനപ്പെടുത്തി കവിതയായിട്ട് ഭഗവത്ഗീതയിലുടനീളം ഞാൻ എന്നും ശ്രീകൃഷ്ണൻ പറയുന്നത് പരമാത്മാവിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇവിടെ പരമാത്മാവുമായി താതാത്മ്യം പ്രാപിച്ച ജീവാത്മാവ് എന്ന നിലയ്ക്കാണ് യേശുവും ഞാൻ എന്ന് പറയുന്നത്. വീണ്ടും ഭഗവത്ഗീതയിൽ ഉദ്ധരോദ്ധാരം ആത്മാനം അവസാദേ എന്നൊരു ശ്ലോകമുണ്ട്. അതിൻ്റെ ആശയം ജീവാത്മാവിനെ പരമാത്മസ്മരണ കൊണ്ട് വേണം ഉദ്ധരിക്കുവാൻ എന്നാണ്. ആത്മനിഷ്ഠമായ മനസ്സുകൊണ്ട് വേണം ഭൗതികനിഷ്ഠമായ മനസ്സിനെ ഉദ്ധരിക്കുവാൻ എന്നുകൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. വിശദാംശങ്ങളിൽ ആശയം ഒന്നു തന്നെയാണ്. ഇങ്ങനെ എത്ര വചനങ്ങളാണ് ഈ അനന്ത സത്യത്തെ ഉൾക്കൊള്ളുന്നത്. അത് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിന് തികച്ചും ശാസ്ത്രബദ്ധവും യുക്തിസഹവും ആയിത്തീരുവാൻ സാധിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദമതത്തിൻ്റെ ബാക്കിപത്രമാണ് യേശുവെന്ന് വരുത്തി തീർക്കുവാനുള്ള അനവധി ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത്. മാത്രമല്ല, യൂറോപ്പിൻ്റെ ഭരണാധികാരികൾ ലോകത്തെങ്ങാടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി ക്രിസ്തുമതത്തെ ഉപയോഗിച്ചതും ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ വികലമാക്കി അവതരിപ്പിച്ചു എന്നതാണ് സത്യം. ഇത്തരുണത്തിൽ ഭാരതീയ ക്രൈസ്തവർക്ക് അവർക്ക് മാത്രമേ ഈ നവീകരണത്തിന് സാധിക്കൂ. കാരണം അവർ ഭാരതീയ സംസ്കൃതിയുമായി ഇഴുകിച്ചേർന്നവരാണ്. ഒരു കാര്യം ക്രൈസ്തവ ലോകം മറന്നുപോകുന്നു, ക്രിസ്തുമതം ഒരു ഏഷ്യൻ മതമാണെന്നുള്ള വസ്തുതയാണ്. അത് ഏഷ്യ പൊതുവെ മതങ്ങളുടെ മാതൃഭൂമിയാണ്. യേശുവിൻ്റെ ജനനം
ആദ്യമായി കണ്ടെത്തി ലോകത്തെ അറിയിച്ചതും കിഴക്ക് നിന്നുള്ള ജ്യോതിഷികളായിരുന്നു. എന്നാൽ വെറും 5% മാത്രം വരുന്ന ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ലോക ക്രൈസ്തവ സംഘടനയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നത് മറ്റൊരു വിഷയമാണ്. ഭാരതത്തിൻ്റെയും ഹൈന്ദവ ധർമ്മത്തിൻ്റെയും അവസ്ഥയും അതീവ ശോചനീയമാണ്. ധർമ്മജ്ഞരെന്ന് നടിക്കുന്ന അനേകർ അന്ധവിശ്വാസങ്ങൾ പരതി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭരണകൂടം തന്നെ ദേശവിരുദ്ധ ശക്തികളുടെ കൈകളിൽ ആയിരിക്കെ അടുത്ത 50-100 വർഷത്തിനുള്ളിൽ ഭാരതം ഏതെങ്കിലും പൈശാചിക വ്യവസ്ഥയ്ക്ക് അടിമപ്പെടുകയാണെങ്കിൽ അത് ഭാരതീയർക്ക് ഈശ്വരൻ നൽകുന്ന കടുത്ത ഒരു ശിക്ഷ മാത്രമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ദർശനത്തിൻ്റെ ഉടമകൾ, ഏറ്റവും നികൃഷ്ടമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു ഭാരതീയർ. ഏതു ശ്രേഷ്ഠമായ പദ്ധതിയും വളരെ വേഗം ചൂഷണം അതിൻ്റെ ഉപാധികളായി മാറ്റുന്നതിൽ നാം അതിവിദഗ്ധരാണ്. ലോകം തന്നെ 15-ാം നൂറ്റാണ്ടിനു മുൻപുണ്ടായിരുന്ന ഇരുണ്ട യുഗത്തിലേക്കാണ് പ്രയാണം ചെയ്യുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. ഈ ലേഖനം ഇവിടെ സമാപിക്കുന്നു.